ടിൻ കാൻ ടൂറിസ്റ്റുകൾ അമേരിക്കയിലെ ഏറ്റവും വലിയ വിൻറ്റേജ് ടൈലർ മോട്ടോർ കോച്ച് ക്ലബ്ബാണ്. എന്താണ് മോട്ടോർ കോച്ച് ക്ലബ്ബ് എന്നല്ലേ? വാ പറഞ്ഞുതരാം. കഥ ആരംഭിക്കുന്നത് 1919 ഫ്ലോറിഡയിലെ തന്നെ ഡാംബയിലെ ഡിസാട്ടോ പാർക്കിൽ നിന്നാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം കിടപ്പാടം നഷ്ടപ്പെട്ട് ലോറിയിലിറങ്ങിയ ഒരു കൂട്ടം കുടുംബങ്ങളിൽ നിന്നാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. അതിൽ കൂടുതലും വിരമിച്ച സൈനികരും തൊഴിലാളി വർഗ കുടുംബാംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഗ്രാമീണ റോഡുകളിൽ വാടകയ്ക്ക് താമസിക്കാൻ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കുറവായതിനാൽ അവർ സ്വയം തങ്ങളുടെ വാഹനങ്ങളിൽ ഉറങ്ങാനുള്ള സജ്ജീകരണങ്ങൾ നടത്തുകയും പിന്നീട് വീട് പോലെ അത്യാവശ്യ പരിഷ്കരണങ്ങൾ നടത്തി ടൈലർ ക്യാമ്പുകൾ നിർമ്മിക്കുകയും ചെയ്തു. സ്ഥിരമായ ക്യാമ്പ് ഗ്രൗണ്ടുകൾ ഇല്ലാതിരുന്നതിനാൽ താനെ ആദ്യകാല യാത്രക്കാർ ബഹുഭൂരിപക്ഷ അംഗങ്ങളും ടിൻ ലിസിസ് എന്ന് സ്നേഹപൂർവ്വം വിളിപ്പേരുള്ള ഫോർഡ് മോഡൽ ടിസ് ആണ് അവർ ഓടിച്ചിരുന്നതും താമസിച്ചിരുന്നതും. വില കുറവായതിനാലും കൂടുതലായി ആശ്രയിച്ചിരുന്നതും കൊണ്ടുപോയി ക്യാമ്പ് ഫയറുകളിൽ നിന്ന് പാചകം ചെയ്ത് കഴിച്ചിരുന്നതും ടിൻ ഫുഡുകളായിരുന്നു. ഈ ശൈലിയാണ് അവരെ ടിൻ കാൻ ടൂറിസ്റ്റുകൾ എന്ന വിളിപ്പേരിലേക്ക് നയിച്ചത്. ക്ലബ് പ്രസിഡന്റിനെ ചീഫ് ടിൻ കാൻ ഓപ്പണർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത് അവർക്കിടയിലെ ഒരു പദവിയുമാണ്. ഇവിടെ നിന്നാണ് RV അഥവാ റീക്രിയേഷണൽ വെഹിക്കിൾ, വാൻ ലൈഫ് പോലത്തെ സുപ്രസിദ്ധ സംസ്കാരങ്ങൾക്ക് വിത്തുപാകുന്നത് അല്ലെങ്കിൽ ഉടലെടുക്കുന്നത്. ഇവ രണ്ടും അടുത്ത വീഡിയോകളിൽ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒഴിഞ്ഞ സൂപ്പ് ക്യാനുകൾ അവരുടെ റേഡിയേറ്റർ ടാപ്പുകൾക്ക് മുകളിൽ ഷോൾഡർ ചെയ്തു വെക്കുമായിരുന്നു. ബോണറ്റിന് പുറത്ത് റേഡിയേറ്റർ വരുന്നതുകൊണ്ട് തന്നെ അംഗങ്ങളെ പരസ്പരം തിരിച്ചറിയാനുള്ള ഐക്കോണിക് സിംബലായും ഈ പ്രവൃത്തി മാറി. 2 ട്രീ ക്രോസ് ചെയ്തു വെച്ച് അതിൻ്റെ മധ്യത്തിൽ സീ ലെറ്റർ വെച്ചായിരുന്നു അവരുടെ ക്ലബിൻ്റെ ലോഗോ. വൃത്തിയുള്ള ക്യാമ്പുകൾ, സൗഹൃദം, ആരോഗ്യപരമായ വിനോദം എന്നിവ അടിസ്ഥാനമാക്കി പിന്നീട് ഇതൊരു ക്ലബ്ബായി തന്നെ മാറി. സീസണൽ റാലികൾ. കഠിനമായ വടക്കൻ ശൈത്യകാലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഫ്ലോറിഡയിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ കൺവെൻഷനുകൾ അവർ നടത്തി. നമ്മൾ കൂടുതൽ ഒത്തുചേരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷവതികളായിരിക്കും. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെയും സുഹൃത്തുക്കളാണ്. സംസ്കാരവും സൗഹൃദവും വിളിച്ചോതുന്ന മനോഹരമായ കോർത്തിണക്കിയ ഈ വരികൾ ദ മോർ വി ഗെറ്റ് ടുഗദർ എന്ന പ്രസിദ്ധമായ ഇവരുടെ പാട്ടിൽ നിന്നുള്ളതാണ്. നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മറ്റു യാത്രക്കാരുമായി നമുക്ക് നല്ലൊരു സൗഹൃദ ബന്ധം ഉടലെടുക്കാറില്ലേ? ഇവരുടെ വരികൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു നിമിഷം കടന്നുപോയതും ആ ചിന്തകളാണ്. ഇന്ന് വാർഷിക മീറ്റപ്പുകളിലൂടെയും റാലികളുടെയും വിൻറ്റേജ് അറിവുകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസിക് ടൈലറുകളുടെയും മോട്ടോർ ഹോമുകളുടെയും എല്ലാ നിർമ്മാതാക്കൾക്കും മോഡൽക്കും ടിൻ കാൻ ടൂറിസ്റ്റ് ക്ലബ്ബ് തുറന്നിരിക്കുന്നു.
വടക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിലയടിക്കുന്ന തിരമാലകളെ വാരിപ്പുണർന്നും മെക്സിക്കോ ഉൾക്കടൽ തീരത്തെ ചിപ്പികൾ കൊണ്ട് കലാരൂപങ്ങൾ തീർത്തും വസിക്കാതെയുള്ള വായുസഞ്ചാരം പോലെ ഉൾഗ്രാമങ്ങളുടെ നറുമണം ആസ്വദിച്ചും ഫ്ലോറിഡയുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞു. കാലത്തിനനുസൃതമായി രൂപമാറ്റങ്ങളുടെ അവരുടെ കാരവാനുകൾ ഇന്നും ഹൈവേയിലൂടെ ചീറിപ്പായുന്നു.